നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് ശ്രേയ മാഡം പോയത് കണ്ടില്ലേ? നമ്മൾ ആ മാഡത്തെ തെറ്റിദ്ധരിച്ചതെന്ന് തോന്നുന്നു. ശരിക്കും മാഡം ഒരു നല്ല മനസ്സിനുടമയാണ്. ആകാശിനോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ ബിൽ ബുക്കുമായി ശ്രേയ മാഡം വരുമായിരുന്നു. ബിൽ ബുക്ക് കൊണ്ടുവന്നത് മാത്രമല്ല, ആകാശിനെ പറ്റി വലിയ അഭിമാനത്തോടെയല്ലേ ശ്രേയ മാഡം സംസാരിച്ചത്. അതൊരു വലിയ കാര്യമല്ലേ? അതിനർത്ഥം ആകാശിനോട് ശ്രേയ മാഡത്തിന് ഒരു ദേഷ്യമില്ല എന്നല്ലേ? മോനെ, നമുക്ക് ഓഫീസിൽ പോയി നേരിട്ട് ചെന്ന് ശ്രേയ മാഡത്തോട് നന്ദി പറയണം. അതൊന്നും വേണ്ടച്ചാ, ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ കണ്ട് താങ്ക്സ് പറഞ്ഞോളാം. അത് പോരാ മോനെ. ശ്രേയ മാഡം മോന്റെ ജോലി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം കൂടി രക്ഷിച്ചിരിക്കുക. അവരെ നേരിൽ കണ്ടു തന്നെ നന്ദി പറയണം. ബാലമാമ പറഞ്ഞ ശരിയാക്കു ചേട്ടാ. ശ്രേയ വലിയൊരു സഹായമല്ലേ ചെയ്തത്. നന്ദി പറയാതിരിക്കുന്നത് ശരിയല്ല. നമുക്ക് ഓഫീസിൽ പോയി ശ്രേയ മാഡത്തിനെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് പോവാം. ശരി, നിങ്ങൾ എന്നാ ഓഫീസിലോട്ടിയല്ലേ? ഞാൻ വീട്ടിൽ ചെന്ന് ഈ സന്തോഷത്തോടെ എല്ലാരെയും അറിയിക്കട്ടെ. ശരി, വാ നമുക്ക് പോവാം. അനു, എടി അനു, എന്തിനാടി ഇങ്ങനെ കിടന്ന് കാർന്നേ? എന്താടി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പണി പോയാ, അതോ അഴി എണ്ണിക്കൊണ്ടിരിക്കുവാണോ? എടി, നിന്നോട് അവൻ ചോദിച്ചത് കേട്ടില്ലേ? അനു, അവള് മറുപടി പറയുന്ന എന്തിനാമ്മേ? അവളുടെ മുഖം കണ്ടറിഞ്ഞൂടെ അനിയൻ അകത്ത് പോയെന്ന്? അനു, നീ എവിടെയാ? എന്തേച്ചി? ചേച്ചി കുഞ്ഞാടിന്റെ എൻക്വയറി എന്തായി? ആകാശിനെ വെറുതെ വിട്ടടി. കുഞ്ഞാടിനെ വെറുതെ വിട്ടോ? അവൻ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് തെളിഞ്ഞു. എന്നിട്ട് എന്താ ചേച്ചി? ചീഫ് എഞ്ചിനീയർ നേരിട്ട് വന്ന എൻക്വയറി കമ്മീഷന്റെ മുന്നിൽ ആകാശ് കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് തെളിവ് നിരത്തി പറഞ്ഞു. സത്യാണ് ചേച്ചി? ഞാൻ എന്തിനാടി നുണ പറയുന്നേ? അച്ഛന്റെയും ചാരുവിന്റെ കൂടെ ആകാശ് ഇപ്പൊ എത്തും. വാ, നമുക്ക് അവന് ആഹാരം എടുത്തു വെക്കാം. എന്തോന്ന് അമ്മയത്? ആ പെണ്ണ് ആകാശിന് വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ട് കിട്ടിയ അവസരം കളഞ്ഞു വിളിച്ചില്ലേ? എന്തൊരു ബിൽഡപ്പായിരുന്നു. ശ്രേ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ ഇപ്പൊ അവള് തന്നെ അവനെ രക്ഷിച്ചെടുത്തിരിക്കുന്നു. അതാ എനിക്കും മനസ്സിലാവാത്തത്. ഇങ്ങനൊരു പണി ശ്രേയ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അവര് പഴയ കാമുകന്മാരല്ലേ? അവൾക്ക് അവനോട് ഇപ്പോഴും ഇഷ്ടം കാണും. അവളെ വിശ്വസിച്ച നമ്മള് മണ്ടന്മാരായി. ആകാശേ, ഞങ്ങളെല്ലാരും കൂടി വൈകുന്നേരം വീട്ടിലേക്ക് വരാനിരുന്നതാ. ആണോ? ആകാശിന് ഇങ്ങനെ സംഭവിച്ചപ്പോ ഞങ്ങൾ എല്ലാരും വിഷമിച്ചുപോയി. പ്രാർത്ഥിക്കുമായിരുന്നു ആകാശിന് ഒരു കുഴപ്പമുണ്ടാവാതെ പുറത്തു വരണമെന്ന്. ഇപ്പൊ സന്തോഷായി ആകാശേ. താങ്ക്സ്. ആകാശേ, ആശംസകൾ. താങ്ക്സ് ഏട്ടാ. അതെ, ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ശ്രേയ മാഡം അല്ലേ? അതെ രാജേന്ദ്രേട്ടാ, മാഡം കാരണമാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. മാഡത്തിനോടൊരു താങ്ക്സ് പറയാൻ കൂടിയാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. മാഷേ, ചാരു, ആകാശിനേക്കാൾ കൂടുതൽ വിഷമിച്ചത് നിങ്ങൾ രണ്ടുപേരുമായിരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്കും വേണ്ടി കൂടെയാ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. താങ്ക് യു സൗമ്യ. നീ
നിങ്ങളെപ്പോലുള്ളവരുടെ കൂടെ ആകാശിന് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ആ ആകാശേ, മാഷിന്റെയും ചാരുവിന്റെയും കൂട്ടി ശ്രേയ മേഡത്തിനൊന്ന് കണ്ടിട്ടോ. ശരി രാജേന്ദ്ര. ആ മുരുക, ശ്രേയ മേഡത്തോട് ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് വാ.